അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം അതിൻ്റെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. 44 മുതലുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിക്കട്ടെ. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വർഷവും ഞങ്ങൾക്ക് ഭദ്രാസന കൺവെൻഷനായി ഈ പുണ്യ ഭൂമിയിൽ ഒരുമിച്ച് ആയിരിക്കാനും ഞങ്ങളുടെ മാതാപിതാക്കൾ ദൈവവചനം കേട്ട് ധന്യരായ അതേ മണ്ണിൽ ഈ കാലത്ത് അതേ ഭാഗ്യത്തിൻ്റെ ഓഹരിക്കാരാകുവാൻ നീ ഞങ്ങളെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ശേഷിപ്പിച്ച അവിടുത്തെ മഹാകൃപയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുർലോസ് തിരുമേനിക്കായും തിരുമേനിയിലൂടെ ഈ നാളുകളിലൊക്കെ ലഭിക്കുന്ന ആർദ്രതയുടെ എല്ലാ നനവിൻ്റെ എല്ലാ സ്പർശനങ്ങൾക്കായും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിൻ്റെ അഭിഷിക്തനെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അവിടുന്ന് ബലപ്പെടുത്തുകയും ഏറെ ആത്മനിറവോടെ തുടർന്ന് ഞങ്ങളെ നയിപ്പാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ നൽകുകയും ചെയ്യണമേ. പ്രിയപ്പെട്ട ആ തിരുമേനിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന തോമസ് സക്രിയാച്ചനെയും പ്രിയപ്പെട്ട ജോജിയെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷനിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഗാനങ്ങളിലൂടെ ഞങ്ങളെ നിൻ്റെ സാന്ത്വനം അനുഭവിപ്പിച്ച ഗായക സംഘാംഗങ്ങൾക്കായും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി നീ ഞങ്ങളെ സന്ദർശിക്കണമേ. നിൻ്റെ വചനം ഞങ്ങളെ വെല്ലുവിളിക്കണമേ. നിൻ്റെ വചനത്തിലൂടെ ഞങ്ങളാകേണ്ടുന്ന അവസ്ഥയിലേക്ക് സഞ്ചരിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ മാത്രമല്ല, ഞങ്ങൾക്ക് എങ്ങനെ ഒരു അനുഗ്രഹമായി തീരുവാൻ കഴിയുമെന്നും ഈ രാത്രി ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഈ വചനത്തെയും ഞങ്ങളെയും ഒരുപോലെ ആശീർവദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. കുറേ വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ ഒരു ഇടവകയിൽ അവിടുത്തെ ഇടവക ദിനത്തിന് എന്നെ വിളിച്ചു. അപ്പോൾ ഈ ഇടവക ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം, അല്ലെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ പരമാവധി ദൂരത്തിലാണ്. അപ്പോൾ ഈ ഇടവക വികാരി അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛനെ പിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു വേണ്ട, കുറച്ച് നാൾ തമിഴ്നാട്ടിലൊക്കെ ഇരുന്നത് കൊണ്ട് ഒരു കൊഞ്ചം തമിഴൊക്കെ അറിയാം, അത് വെച്ച് ഞാൻ അങ്ങ് വന്നോളാം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ എടുത്തു. 1.5 കിലോമീറ്റർ ദൂരെയുള്ള ആ പള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ പോയി. എന്നാൽ ഈ പള്ളിയുടെ അടുത്ത് അച്ഛൻ പറഞ്ഞ ഏതാണ്ട് അടയാളങ്ങളൊക്കെ ആയി. ഞങ്ങൾ അവിടെ കിടന്ന് കറങ്ങുന്നതല്ലാതെ പള്ളി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ റോഡിൽ നിന്ന ഒരു ചേട്ടനോട് ചോദിച്ചു, இந்த പക്കത്തിൽ ഒരു മാർത്തോമ കോവിൽ ഇരിക്കും തിരിയുമാ? എനിക്കറിയാവുന്ന തമിഴ് വെച്ച് വീശി തിരിയാതെ. പിന്നെയും കുറേ നേരം അവിടെ കടങ്ങി വേറെ ഒരുത്തിനോട് ചോദിച്ചു, இந்த പക്കത്തിൽ ഒരു കോവിൽ ഇരിക്കുമാ, ഒരു ചർച്ച് ഇരിക്കുമാ, തിരിയുമാ? തിരിയാതെ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഏതെങ്കിലും കാരണവശാൽ പള്ളി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട്. ഈ പള്ളിയുടെ അടുത്ത് ഒരു പുതിയ ബാറ് തുടങ്ങിയിട്ടുണ്ട്, അതൊന്ന് ചോദിച്ചാൽ മതി.
അപ്പം ഞാൻ ആ റോഡിൽ നിന്ന് ഒരുത്തിനോട് ചോദിച്ചു, ചേട്ടാ അണ്ണാ എന്നൊക്കെ വിളിക്കണമല്ലോ, അണ്ണാ இந்த பக்கத்தில் ഒരു പുതുസാ ബാർ இருக்கா? തിരിയും 60 വർഷമായ ഒരു പള്ളി, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഹാർഡ്ലി കഷ്ടിച്ച് 1.5 കിലോമീറ്റർ അകലം. ഈ പള്ളി എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ 6 മാസം പോലും ആകാത്ത ഒരു ബാറിൻ്റെ സഹായം എനിക്ക് വേണ്ടി വന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് തമിഴ്നാട്ടിലെ പ്രശ്നമാണ്. അതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞ് ഇടവക ദിനത്തിന് കേരളത്തിലെ ഒരു പള്ളിയിൽ എന്നെ വിളിച്ചു. അപ്പം ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പള്ളി കണ്ടുപിടിക്കാനുള്ള ഒരു അടയാളം അങ്ങ് പറഞ്ഞതാ. ഓട്ടോക്കാരോട് ചോദിച്ചാൽ, ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട്, അച്ഛാ ഒരു പ്രയാസവും ടൗണിലെ ഏത് ഓട്ടോക്കാരനോടും ടൗണിലെ നല്ല ഒരു ഇറച്ചിക്കടയുണ്ട്, നല്ല ഇറച്ചിക്കടയാണ്, ആ ഇറച്ചിക്കട എവിടാന്ന് ചോദിച്ചാൽ മതി, അതിൻ്റെ തൊട്ടടുത്താ പള്ളി. ആ പള്ളി 100 കൊല്ലമായ പള്ളിയാണ്. അപ്പോൾ 60 വർഷമായ ഒരു ഇടവക കണ്ടുപിടിക്കാൻ 6 മാസം മുമ്പ് തുടങ്ങിയ ഒരു ബാർ എവിടാണെന്ന് ചോദിക്കേണ്ടി വരും. 100 വർഷമായ പള്ളി എവിടെയാണെന്ന് ചോദിക്കാൻ എനിക്ക് സഹായകരമായി തീർന്നത് ഒരു ഇറച്ചിക്കടയാണ്. നിങ്ങളുടെയൊക്കെ പള്ളി കണ്ടുപിടിക്കാൻ എന്തടയാളമായെന്ന് നിങ്ങൾ പറഞ്ഞു തരിക. ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന തൊളിക്കോട് പള്ളി കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല, പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ പള്ളിയുടെ ഓപ്പോസിറ്റാണ് പെട്രോൾ പമ്പെന്ന് പറഞ്ഞാൽ ആരും അറിയില്ല. എന്നാൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് തൊളിക്കോട് പള്ളി എന്ന് പറഞ്ഞാൽ അറിയാം. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമ്മളൊരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമ്മളെ അടയാളപ്പെടുത്താൻ ഒന്നുമില്ലാതാവുന്നു എന്ന അത്യന്തം ഖേദകരമായ ഒരു ദുരന്ത അല്ലെങ്കിൽ ഒരു ദുര്യോഗാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് കേവലം ഒരു മതസമൂഹമായി, കേവലം ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയായി മാത്രം നമ്മൾ നിൽക്കുന്നത് കൊണ്ടല്ലേ ഇറച്ചിക്കടയും ബാറുമൊക്കെ അടയാളമായി പറയേണ്ടി വരുന്നത്. എന്നാൽ ആദിമസഭ അങ്ങനെയല്ല. അത് മറ്റൊരു മതസമൂഹമല്ല, അതൊരു അതിശയ സമൂഹമാണ്. അതുകൊണ്ട് ആദിമസഭയെക്കുറിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഒരു പേര്, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ചർച്ച്, ഇറ്റ് വാസ് എ മിറാക്കുലസ് ചർച്ച്, എ ചർച്ച് ഓഫ് വണ്ടർ. അത് ഒരു അതിശയ സമൂഹമാണ്. എന്തുകൊണ്ടാണ് ആദിമസഭ മറ്റൊരു മതസമൂഹമല്ല എന്ന് ഞാൻ പറയാൻ കാരണം, അന്ന് റോമൻ സാമ്രാജ്യത്തിൽ നിലവിലിരുന്ന മതങ്ങൾ പ്രധാനമായും ചെയ്തിരുന്ന ഒരു കാര്യം ദൈവത്തെ ഹാപ്പിയാക്കുക എന്നതാണ്. അവിടെ 2 തരത്തിൽ ഉള്ള ഒരു സാങ്കേതിക പദങ്ങളുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് എഴുതിയെടുക്കാം, അല്ലാത്തവർക്കത് വിട്ടുകളയാം. സേവിയർ ഫെയറെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നറിഞ്ഞിരുന്നാൽ മതി. രണ്ടാമത്തേത് സേവിയർ പെൻസർ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. റോമൻ സാമ്രാജ്യത്തിലെ മതസമൂഹങ്ങളെല്ലാം ദൈവത്തിന് പ്രസാദമുള്ള, അത് യാഗമാവാം അല്ലെങ്കിൽ ബലിയാവാം, അങ്ങനെയൊക്കെ ദൈവത്തെ സന്തോഷിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അന്നത്തെ മതസമൂഹങ്ങളിലെ പൗരോഹിത്യം എന്ന് പറയുന്നത്, the priests were not chosen because they were committed, but they were pious. അവർ സമർപ്പിതരായതുകൊണ്ടല്ല, മറിച്ച്
നമ്മുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ ഒരു താന്ത്രിക വിധി അനുസരിച്ച് യാതൊരു തെറ്റും കൂടാതെ എല്ലാ അനുഷ്ഠാനങ്ങളും സമയബന്ധിതമായി ചെയ്യുക. അപ്പോൾ മതം എന്ന് പറയുന്നത് ദൈവത്തെ സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും നിർത്തുക. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന് പറയുന്നത് പോലെ ദൈവത്തെ എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ അപ്പീസ് ചെയ്ത് സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തുക. അതുകൊണ്ട് തന്നെ പുരോഹിതന്മാരുടെ ജോലി എന്നത് ദൈവഭയമോ സമർപ്പണമോ ഒന്നുമല്ല, തെറ്റുകൂടാതെ റിച്വൽസ് അനുഷ്ഠാനങ്ങൾ ചെയ്താൽ മതി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു മതബോധത്തിനുള്ളിൽ, ഇങ്ങനെ ഒരു മത പരിസരത്തിനുള്ളിൽ വളരുന്ന വ്യക്തികൾ സുഭാഷ് ചന്ദ്രൻ്റെ മനുഷ്യനൊരു ആമുഖം എന്ന നോവലിലെ നാറാപിള്ളയെ പോലെയാണ്. ചിലരെങ്കിലും ആ നോവൽ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നാരായണൻ എന്നാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാറുന്ന സ്വഭാവം കൊണ്ട് അദ്ദേഹത്തെ നാറാപിള്ള എന്നാണ് വിളിക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട്, ആ നോവൽ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: പൂർണ്ണ വളർച്ച എത്തും മുൻപ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവി മനുഷ്യൻ മാത്രമാണ്. തച്ചനക്കര എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് നാരായണൻ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് സ്വാതന്ത്ര്യ സമരവും അയിത്തോച്ചാടനവും ഒക്കെ വളരെ സജീവമായിരുന്നു ഈ തച്ചനക്കര ഗ്രാമത്തിൽ. എന്നാൽ സ്വാതന്ത്ര്യ സമരമാവട്ടെ, അയിത്തോച്ചാടന ജാതി വിരുദ്ധ സമരങ്ങളാവട്ടെ, ഇതൊന്നും നാരായണനെ ബാധിക്കില്ല. പല ആത്മീയ മനുഷ്യരും അങ്ങനെയാണ്. സാങ്കേതികമായി മതത്തിനുള്ളിലാണ്. അടുത്ത സമയത്ത് നമ്മുടെ ജയറാം രമേശ്, നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ഒന്നുമല്ല, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രയോഗം, ആ പ്രയോഗം കേട്ടിട്ട് അങ്ങ് വിട്ടാൽ മതി. അദ്ദേഹം കോൺഗ്രസ്സിലാണ്, പക്ഷെ കോൺഗ്രസ്സുകാരനല്ല. അദ്ദേഹം കോൺഗ്രസ്സിലാണ്, കോൺഗ്രസ്സുകാരനല്ല. ക്രിസ്തു മതത്തിലാണ്, ക്രിസ്ത്യാനിയല്ല. അപ്പോൾ നാരായണൻ സ്വാതന്ത്ര്യ സമരം നാട്ടിൽ നടന്നാലും അയിത്തോച്ചാടന സമരങ്ങൾ നാട്ടിൽ നടന്നാലും ജീവിതത്തിൽ നന്മയുള്ള ഒന്നിനാലും സ്വാധീനിക്കപ്പെടാത്ത മനുഷ്യർ. അത്തരം ഒരു മനുഷ്യനെയാണ് നാറാപിള്ള എന്ന് സുഭാഷ് ചന്ദ്രൻ വിളിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ ദൈവങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ സന്തോഷിപ്പിച്ച് ദൈവങ്ങളെ മെരുക്കുന്ന പണിയാണ് ഇന്ന് മതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്താൽ മെരുക്കപ്പെടുന്നതിന് പകരം ദൈവത്തെ എങ്ങനെയെങ്കിലും അപ്പീസ് ചെയ്ത് ദൈവത്തെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിച്ച് നിൽക്കുന്ന മതവിശ്വാസികൾ നാറാപിള്ളയെ പോലെയാണ്. മനു എസ് പിള്ളയുടെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമാണല്ലോ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ്. അദ്ദേഹം ഈ ചരിത്രത്തെ വളരെ ഫിക്ഷൻ്റെ രൂപത്തിൽ, ഒരു ഫിക്ഷണലൈസ്ഡ് ഹിസ്റ്ററി എന്നൊക്കെ പറയാം. ആ പുസ്തകം തുടങ്ങുന്നത് മനോഹരമായ ഒരു ചരിത്ര സംഭവം പറഞ്ഞുകൊണ്ടാണ്. 1902 എഡ്വേർഡ് ഏഴാമൻ്റെ സ്ഥാനാരോഹണത്തിന് നാട്ടിലെ പല രാജാക്കന്മാരെയും വിളിച്ചു. ആ കൂട്ടത്തിൽ ജയ്പൂരിലെ രാജാവിനെയും വിളിച്ചു. എന്നാൽ ജയ്പൂർ രാജാവ് ഒരു ഓർത്തഡോക്സ് രാജാവാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഒരു സാമ്പ്രദായികമായ രീതികൾ തുടരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഈ കൊറോണേഷനിൽ അല്ലെങ്കിൽ ഈ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്. എന്നാൽ കാലാപാനി കടക്കുന്നത്, കടൽ കടക്കുന്നത് ജാതി ഭ്രഷ്ടിന് കാരണമാവും.
അതുകൊണ്ട് അദ്ദേഹം പുരോഹിതന്മാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. കാരണം ആരാണോ അപ്പോയിന്റ് ചെയ്യുന്നത് ആ ആൾക്ക് സുഖിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണമല്ലോ. അതുകൊണ്ട് ഈ രാജാവ് ആണ് അപ്പോയിന്റ് ചെയ്തത് ഈ പുരോഹിതന്മാരെ. അപ്പോൾ രാജാവിൻ്റെ ഇഷ്ടമറിഞ്ഞ്, ദൈവത്തിൻ്റെ ഇഷ്ടമൊന്നുമല്ല വിഷയം, രാജാവിൻ്റെ ഇഷ്ടമറിയണം. അപ്പം രാജാവിന് എങ്ങനെയെങ്കിലും എഡ്വേർഡ് ഏഴാമൻ്റെ ഈ ഈ സ്ഥാനാരോഹണ ചടങ്ങിന് പോകണം. പുരോഹിതന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി. അപ്പോൾ അവർ പറഞ്ഞു, രാജാവിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സകല ആചാരങ്ങളെയും അതിനനുസരിച്ച് നമുക്ക് മനൂർ ചെയ്യാം. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെ പറ്റും? കാലാപാനി കടന്നാൽ ജാതി പ്രശ്നം ഉണ്ടാകുമല്ലോ. ഒരു പ്രശ്നവുമില്ല, ഒരു വഴി പറഞ്ഞു തരാം. അവരൊരു പുതിയ കപ്പലുണ്ടാക്കി, ഞാനും എൻ്റെ ആളും കൂടെ ചേർന്നൊരു കപ്പലൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഈ കപ്പലിൽ ഈ രാജാവിൻ്റെ ഇഷ്ട ദൈവമെന്ന് പറയുന്നത് ശ്രീ ഗോപാൽജിയ. എന്നിട്ട് പറഞ്ഞു, രാജാവല്ല വിദേശത്ത് പോകുന്നത്, ദൈവമാണ് പോകുന്നത്. അങ്ങനെ ഈ കപ്പലുണ്ടാക്കി, കപ്പലിൽ നേരെ ശ്രീ ഗോപാൽജിയുടെ ഒരു വിഗ്രഹമുണ്ടാക്കി, ഗോപാൽജിയെ ആദ്യം കപ്പലേ കയറ്റി. എന്നിട്ട് രാജാവ് ഈ ദൈവത്തിൻ്റെ പുറകെ പോവുകയാണ്. ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോഴും ആദ്യം ഇംഗ്ലണ്ടിൽ കാല് കുത്തുന്നത് ദൈവമാണ്, അതിൻ്റെ പുറകെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ മതത്തെയും ദൈവത്തെയും നമ്മുടെ വരുതിക്ക് മെരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മതങ്ങൾ നിലവിലിരുന്ന ഒരു കാലത്ത് ദൈവത്തെ വളയ്ക്കുക, ദൈവത്തെ മെരുക്കുക, ദൈവത്തെ സുഖിപ്പിക്കുക എന്നതിനപ്പുറത്ത് ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അത് ചെയ്യുന്ന ഒരു പുതിയ സമൂഹമാണ് ആദിമസഭ. അതുകൊണ്ട് ആദിമസഭ എന്ന് പറയുന്നത് ഒരു ബിൽബോർഡ് ക്രിസ്ത്യാനിറ്റി അല്ല, അതിങ്ങനെ ഫ്ലക്സുകളിലും ബിൽബോർഡുകളിലും നിൽക്കുന്നതല്ല, അതൊരു ബ്രാൻഡായി മാറുകയാണ്. നമ്മൾ അപ്പോസ്തല പ്രവർത്തികൾ വായിക്കുമ്പോൾ ആദിമസഭയെ അവരുടെ എല്ലാ ശക്തിയുടെയും സാക്ഷ്യ ജീവിതത്തിൻ്റെയും അവരുടെ കൂട്ടായ്മയുടെയും രഹസ്യമെന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ഉയിർപ്പാണ്. അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അപ്പോസ്തോലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. സോ ദേ വേർ ആൻ ഈസ്റ്റർ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് ആദിമസഭ എന്നത് മറ്റൊരു റിലീജിയസ് സമൂഹമല്ല, ദേ വേർ എ ഡിഫറൻറ്റ് കമ്മ്യൂണിറ്റി. ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ വിശ്വാസമാണ്. എന്താണ് വിശ്വാസം? യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദേ ബിലീവ്ഡ് ഇൻ ദി ഇംപോസിബിൾ. ആദിമസഭ വ്യത്യസ്തമായ ഒരു സമൂഹമായി മാറിയത് അവിശ്വസനീയമായ കാര്യങ്ങൾ വിശ്വസിക്കുകയും അസാധ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ആൻഡ് വൈ ദേ വേർ എ ഡിസ്റ്റിങ്റ്റീവ് കമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് ആദിമസഭ കേവലം മറ്റൊരു മതസമൂഹമായി പോകാതെ അവർ വ്യത്യസ്തരായി നിന്നതിൻ്റെ കാരണം അവർ ഉയർപ്പിൽ വിശ്വസിച്ചു എന്നതാണ്. കുറച്ചുകൂടെ വിശദമായി പറഞ്ഞാൽ ദേ ബിലീവ്ഡ് ഇൻ ദി ഇംപോസിബിൾ. അസാധ്യമായതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായ കാര്യങ്ങളെ സ്വപ്നം കാണാൻ പറ്റൂ. Only those who believe in the impossible can do the impossible. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദിമസഭ ഒരതിശയ സമൂഹമായി മാറിയതിൻ്റെ കാരണം, ആദിമസഭ ഒരത്ഭുത സമൂഹമായി മാറിയതിൻ്റെ കാരണം they believed in the unbelievable and they believed in the impossible. അവിശ്വസനീയമായത് വിശ്വസിക്കുന്ന സഭയ്ക്ക് മാത്രമേ അവിശ്വസനീയമായി ജീവിക്കാൻ സാധിക്കൂ.
അസാധ്യമായ കാര്യങ്ങളെ വിശ്വസിക്കുന്ന സഭയ്ക്ക് മാത്രമേ ലോകം അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളെ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് ക്രൈസ്തവ സഭ, സമാദരണീയനായ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വെറും സാധാരണക്കാരാണ്. ബട്ട് അവർ ക്ലെയിംസ് ആർ എക്സ്ട്രാ ഓർഡിനറി. ആൻഡ് വൈ വി ഹാഡ് ബിക്കം സോ ഓർഡിനറി? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു അത്ഭുത സമൂഹമായി മാറാത്തത്? കാരണം ഇത്രമേ ഉള്ളൂ. വി ബിലീവ് ഇൻ ദി ഓർഡിനറി തിങ്സ്, ആൻഡ് ദോസ് ഹു ബിലീവ് ഇൻ ദി ഓർഡിനറി തിങ്സ് will not be able to do or perform or do an extraordinary life. സാധാരണമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അസാധാരണമായി ജീവിക്കാൻ സാധിക്കില്ല. And those who believe in the believable, വിശ്വസിക്കാൻ കഴിയുന്നത് മാത്രം വിശ്വസിക്കുന്നവർക്ക് അവിശ്വസനീയമായി ജീവിക്കാൻ കഴിയില്ല. And those who believe only in the possible, അവർക്ക് ഇംപോസിബിളായി ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ആദിമസഭ, ദി ഏർലി ചർച്ച്, അവർക്ക് ലോകത്തോട് പറയാനുണ്ടായിരുന്നത് ജീസസ് ഈസ് റിസൺ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നതാണ്. മാത്രവുമല്ല, ഈസ്റ്റർ എന്ന് പറയുന്നതാണ് ഒരുപക്ഷെ ലോകത്തിലേക്കും ഇംപോസിബിളായ ഒരു ഇവന്റ്. ഇൻ അതർ വേർഡ്സ്, it is the ultimate rupture in the world. ലോകത്തിൻ്റെ മുഴുവൻ ക്രമത്തിനും പരിക്കേൽപ്പിച്ച ഒരു അത്ഭുത സംഭവമാണ് ഈസ്റ്റർ. അതുകൊണ്ടാണ് പറയുന്നത് അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വിശ്വസിച്ചിരുന്നു. സോ ഇഫ് യു ആർ an ഈസ്റ്റർ കമ്മ്യൂണിറ്റി, സഭ ഒരു ഈസ്റ്റർ സമൂഹമാകണമെങ്കിൽ നിങ്ങളെ ആർക്കും ഭയപ്പെടുത്താനാവില്ല. എന്താണ് ലോകത്തിൽ മനുഷ്യന് ഏറ്റവും ഭയമുള്ളത്? മരണമാണ്. എന്നാൽ മരണത്തെ തോൽപ്പിച്ച യേശുവിൽ വിശ്വസിക്കുന്നവനെ ഒരുത്തനും പേടിപ്പിക്കാനാവില്ല. ആൻഡ് വൈ ദി ഏർലി ചർച്ച് വെർ സോ കറേജിയസ്? എന്തുകൊണ്ടാണ് ആദിമസഭയെ ഒരുത്തനും വെരുട്ടാനാവാതിരുന്നതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ് ആദിമസഭയെ ഒരുത്തർക്കും ഭയപ്പെടുത്താൻ കഴിയാതിരുന്നതിൻ്റെ കാരണം? ദേ വേർ ആൻ ഈസ്റ്റർ കമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് അവരെ ആർക്കും വിലക്കെടുക്കാനാവാത്തത്? അവരൊരു ഈസ്റ്റർ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടാണ്. ഇഫ് യു ബിലീവ് ഇൻ ദി ഇംപോസിബിൾ, യു ക്യാൻ ഡു ദി ഇംപോസിബിൾ. ആൻഡ് ഇഫ് യു ബിലീവ് ഇൻ ദി അൺബിലീവബിൾ, you can do the unbelievable. അതുകൊണ്ട് അസാധ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന സഭയ്ക്ക് അസാധ്യമായി ജീവിക്കാൻ സാധിക്കും. അവിശ്വസനീയമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന സഭയ്ക്ക് അവിശ്വസനീയമായ ക്രിസ്തീയ ജീവിതത്തിന് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ എമ്മൗസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്ര നമുക്കറിയാം. അവരാകെ ഭയന്നിരിക്കുകയാണ്. അവർ ക്രൂശീകരണം മാത്രമേ കാണുന്നുള്ളൂ. സോ ദേ വേർ സ്കേർഡ്, ദേ വേർ പാനിക്. അവർ തിരിച്ച് എമ്മൗസിലോട്ട് പോവുകയാണ്. എന്നാൽ ആ രാത്രി അല്ലെങ്കിൽ ആ പകൽ യേശു കർത്താവ് അവരോട് കൂടെ സഞ്ചരിക്കുകയാണ്. രാത്രി അവൻ അവരോടുകൂടെ പാർത്തു, അപ്പം മുറിച്ചു. അപ്പോൾ അവർ യേശുവിനെ കണ്ടു. ആ നാഴികയിൽ തന്നെ അവർ തിരിച്ച് യെരുശലേമിലേക്ക് വന്നു. സോ ദെൻ അതുവരെ they believed only in the possible. Until then they believed only in the believable. എന്നാൽ it is in the Eucharist that you encounter the risen Christ. Jesus is risen. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ ഇന്ന് ഇംഗ്ലീഷ് ഇച്ചിരി കൂടുതൽ പറയുന്നു. അതെനിക്കൊന്നത് ഈ 2 ദിവസവും ഇംഗ്ലീഷിലായതുകൊണ്ട് നിങ്ങൾക്കിനി ചിലപ്പം ഇച്ചിരി സമയമെടുക്കും മലയാളമൊക്കെ ഒന്ന് സെറ്റായി വരാൻ. ഞാനും സെറ്റായി വരാൻ ഇച്ചിരി സമയമെടുക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഏർലി ചർച്ച്, ആദിമസഭ ഒരതിശയ സമൂഹമാണ്. അവരൊരത്ഭുത സമൂഹമാണ്. അസാധ്യമായതിൽ വിശ്വസിച്ചത് കൊണ്ട് തന്നെ അസാധാരണമായി അവർക്ക് ജീവിക്കാൻ സാധിച്ചു. അവിശ്വസനീയമായത് അവർ വിശ്വസിച്ചതുകൊണ്ട് അവർക്ക് അവിശ്വസനീയമായ വിധത്തിൽ
ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് സാധിച്ചു. In other words, they were obsessed by the crucified Christ. അവർ ക്രൂശിതനായ കർത്താവിനാൽ ആവേശിതരായി. നമ്മുടെ ആവേശത്തിൻ്റെ രഹസ്യം എന്താണ്? Are you being obsessed by the crucified Christ? നമ്മുടെ ആവേശം നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബ മഹിമയും നമ്മൾ പള്ളിക്ക് സ്ഥലം കൊടുത്തതും സ്ഥാപനത്തിന് സ്ഥലം കൊടുത്തതുമാ. Only when you are being obsessed by the crucified Christ. രണ്ടാമത്, they were possessed by the risen Christ. So they were being obsessed by the crucified Christ and they were being possessed by the risen Christ. ലോകം അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ, ലോകം അപ്രായോഗികമെന്ന് പറയുന്ന കാര്യങ്ങൾ, ലോകം നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങളെ ചെയ്ത് കാണിക്കണമെങ്കിൽ we need to believe in the unbelievable, we need to believe in the extraordinary and we need to believe in the impractical. എന്നാൽ വിശ്വസനീയതമായത് മാത്രം വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അതുകൊണ്ട് ഉയർപ്പിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള, ഉയർപ്പിൻ്റെ ശക്തിയെ സംശയിച്ച കൊരിന്തിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ഉയർപ്പിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ, പ്രായോഗികമായത് മാത്രം വിശ്വസിക്കുന്നെങ്കിൽ, വിശ്വസനീയമായത് മാത്രം വിശ്വസിക്കുന്നെങ്കിൽ, നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. 42, 43 വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, അവരൊരു അതിശയ സമൂഹമാണ്, അവരൊരു അത്ഭുത സമൂഹമാണ്. ഇവിടെ അവർ ചെയ്യുന്ന ഒരു കാര്യം, യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും അധികം തവണ ഉപയോഗിച്ച വാക്ക് ദൈവരാജ്യം എന്ന വാക്കാണ്. എന്നാൽ എന്തുകൊണ്ടോ നമുക്ക് സ്വർഗം എന്ന വാക്കിനോടാണ് കൂടുതൽ പ്രണയം. അതിലൊരു തെറ്റൊന്നുമില്ല. എന്നാൽ യേശു ഉപയോഗിച്ച വാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒത്തിരി വ്യത്യാസങ്ങളുണ്ടാവും നമ്മുടെ ചിന്തയിൽ. യേശു പറഞ്ഞു, നിന്റെ രാജ്യം വരണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഭൂമിയിലെ കാര്യങ്ങളെ കുറച്ചുകൂടെ ഗൗരവമായി എടുക്കാൻ സ്വർഗം എന്ന പദത്തേക്കാൾ ഒരു പക്ഷേ, ഇനി അവത്തെ കയറി പിടിക്കല്ലേ, ഒരു പക്ഷേ ദൈവരാജ്യം എന്ന വാക്ക് സഹായിക്കാം. അതുകൊണ്ടാണ് യേശു കർത്താവ് പ്രാർത്ഥനയിലും നിന്റെ രാജ്യം വരണമേ. അതുകൊണ്ട് നമ്മളൊരു പുതിയ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് ഈ ഈസ്റ്റർ കമ്മ്യൂണിറ്റി. ആദിമസഭ ദൈവരാജ്യത്തിന് വേണ്ടി നോക്കി പാർക്കുന്നവരാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന, പ്രവേശിക്കാനിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി നോക്കി പാർക്കുന്നത് കൊണ്ട് they were rehearsing the world to come on a daily basis. വരാനിരിക്കുന്ന ലോകത്തെ അനുദിനം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. In other words, they were rehearsing on a daily basis the world to come. ദൈവരാജ്യത്തിൻ്റെ ശീലങ്ങൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം. കൊച്ചങ്ങ് പൊക്കോളൂ, ഇങ്ങോട്ട് നോക്ക്. നമ്മൾ ചില പൂവാലന്മാരിയ്ക്കുന്ന പോലെ നമ്മളിങ്ങനെ ആളുകളെ ബസ്സേ കയറ്റി ഇങ്ങനെ വിടണ്ട, കൊച്ചങ്ങ് പൊക്കോളൂ. ഞാൻ എന്താണ് പറഞ്ഞത്? They were rehearsing kingdom habits. ദൈവരാജ്യത്തിൻ്റെ ശീലങ്ങൾ അവർ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. They were practicing the kingdom habits on a daily basis. അപ്പോൾ എന്താണ് ആരാധന എന്ന് പറയുന്നത്? അവിടെ പറയുന്നു, അവർ ദിനം പ്രതി ദേവാലയത്തിൽ പോകുന്നു, അപ്പം നുറുക്കുന്നു. ഇതെല്ലാം എന്താണ്? ഇറ്റ് ഈസ് എ റിഹേഴ്സൽ. ഇവിടെ കല്യാണം കഴിച്ചവരുണ്ട്, കഴിച്ചതിൽ ദുഃഖിക്കുന്നവരുണ്ട്, അങ്ങനെ പല വകുപ്പിൽപ്പെട്ടവരാണ്.
ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ തലേ ദിവസം ഒരു റിഹേഴ്സലുണ്ട്. അതായത് നാളെ എന്താണോ നടക്കാൻ പോകുന്നത്, കല്യാണത്തിന് ബാക്കി കാര്യങ്ങൾക്കൊന്നും റിഹേഴ്സൽ ഇല്ലല്ലോ. അപ്പോൾ അതിനവരൊരു ഇങ്ങനെ ആയിരിക്കണം, ചെറുക്കൻ ഇങ്ങനെ കയറണം, പെണ്ണിങ്ങനെ കയറണം, ഇതിന് റിഹേഴ്സലുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കൾച്ചറൽ ലിറ്റർജിയുടെ ഒരു ഉസ്താദ് എന്നൊക്കെ പറയാവുന്ന ജെയിംസ് കെ സ്മിത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വർഷിപ്പ് ഈസ് എ റിഹേഴ്സൽ ഓഫ് കിങ്ഡം ഹാബിറ്റ്സ്. ദൈവരാജ്യത്തിൻ്റെ ശീലങ്ങൾ ഓരോ ദിവസവും പരിശീലിക്കുന്നതിൻ്റെ പേരാണ് ആരാധന. അതുകൊണ്ട് ആരാധന എന്നത് കേവലം മൈക്കിൻ്റെ ഡയഫ്രം അടിച്ച് പൊട്ടിച്ച് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന പരിപാടിയല്ല. യു ആർ റിഹേഴ്സിങ് ദ ഹാബിറ്റ്സ് ഓഫ് ദ കിങ്ഡം. ഞങ്ങൾ ഈ അച്ഛന്മാരെ അമേരിക്കയ്ക്ക് വിടുമ്പം, ചന്ദ്രനിൽ വിടുമ്പം ഇത്രയും പരിശീലനം ആവശ്യമില്ല, എന്നാലും അമേരിക്കയ്ക്കൊക്കെ വിടുമ്പം ഒരു 6 മാസത്തെ വിദഗ്ധ പരിശീലനമാണ്. അപ്പോൾ അതിൻ്റെ പല ട്രെയിനിങ് ഉണ്ട്. ഒന്ന്, ആദ്യം ഇംഗ്ലീഷ് പഠിക്കണം. പിന്നെ കത്തി മുള്ളും വെച്ചിട്ട്, പ്രസംഗം കത്തിയാ, എന്നാലും കത്തി മുള്ളും കൂടെ വെച്ചിട്ട്, കത്തി മാത്രം പോരാ, മുള്ളും. അപ്പോൾ ഇതൊക്കെ എന്തിനാ പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവർക്ക് IELTS പരീക്ഷയുണ്ട്, മൈഗ്രേറ്റ് ചെയ്യുന്ന. കാരണം നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് ചേർന്ന ഭാഷ, ആ രാജ്യത്തിന് ചേർന്ന വസ്ത്രധാരണം, ആ രാജ്യത്തിന് ചേർന്ന ഭക്ഷണശീലങ്ങൾ. അതുകൊണ്ട് ആദിമസഭയിൽ നാം കാണുന്നത് ഇറ്റ് വാസ് എ ഡെയിലി റിഹേഴ്സൽ ഓഫ് കിങ്ഡം ഹാബിറ്റ്സ്, ദൈവരാജ്യത്തിൻ്റെ ശീലങ്ങൾ. അതുകൊണ്ട് സഭാ ജീവിതത്തെ, ഇടവക ജീവിതത്തെ നമ്മൾ ഗൗരവമായി കാണണം. വിശുദ്ധനായ അഗസ്റ്റിൻ പറയുന്നത് ഇടവക എന്നത് 2ാമത്തെ ഗർഭപാത്രമാണ്. 1ാമത്തെ ഗർഭപാത്രം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരമാണ്. അവിടെ വെച്ച് നമ്മൾ ഒരു മനുഷ്യനായി ഫോം ചെയ്യപ്പെടുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ ജനിച്ചു കഴിയുമ്പോൾ മാമോദീസ തൊട്ടിയിലെ പുതുജനനത്തിലൂടെ നിങ്ങൾ ഒരു പുതിയ മനുഷ്യനായി ഫോം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് മാമോദീസ തൊട്ടിയെ സെക്കൻഡ് വൂംബ് എന്നും പറയാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരിശീലനം, ദൈവരാജ്യത്തിൻ്റെ ശീലങ്ങൾ പരിശീലിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ലിറ്റർജി ഓഫ് ദ വേർഡ്, വചനത്തിൻ്റെ മനനം. 2, കൂദാശകളുടെ ആഘോഷം. ഇന്ന് നമ്മുടെ ഇടവകളിലൊക്കെ പൊതുവെ ഈ പഠനമെന്ന് പറഞ്ഞാൽ ആളെ കിട്ടത്തില്ല. 2 സൈസ് യോഗമുണ്ട് നമ്മുടെ പള്ളികളിൽ. ധ്യാനയോഗമുണ്ട്, കൺവെൻഷനുണ്ട്. ഉറക്കെ പറഞ്ഞാൽ എന്തായി? കൺവെൻഷൻ. പതുക്കെ പറഞ്ഞാൽ എന്തായി? ധ്യാനയോഗം. ഇപ്പം ഞാനൊരു ധ്യാനയോഗത്തിന് പോയപ്പം അവിടെ ഇരുന്നൊരു അപ്പച്ചനാണ് ഏറ്റവും കൂടുതൽ ആ ഇടവകയിൽ ധ്യാനയോഗത്തിൽ പങ്കെടുത്ത്, ഇനി ഒരു പരമവീര ചക്രം കൂടെ കിട്ടിയാൽ മതി, അതിന് മാത്രം ധ്യാനയോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, അപ്പച്ചാ ഈ ധ്യാനയോഗവും കൺവെൻഷനും തമ്മിലുള്ള വ്യത്യാസം? അച്ഛാ, ധ്യാനയോഗത്തിന് മൈക്ക് അകത്തോട്ട് വെക്കും, കൺവെൻഷന് മൈക്ക് പുറത്തോട്ട് വെക്കും. വേദ പഠനം എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. കൺവെൻഷൻ എന്ന് പറഞ്ഞാലും അവിടെ വേദപുസ്തകം പഠിക്കുക എന്നത് നമ്മളൊരു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈ ബീച്ചിലൊക്കെ ഇരിക്കുന്ന പോലെയാണ്. ചില ലൈറ്റ് മോമെൻറ്റ്സ്, അങ്ങനെ ലൈറ്റ് മോമെൻറ്റ്സ് അല്ല, ലൈറ്റനിങ് മോമെൻറ്റ്സ് ആണ് കൺവെൻഷനിൽ സംഭവിക്കേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചത് കണ്ടത് അല്ലെങ്കിൽ അനുഭവിച്ചത് ഒരു ലൈറ്റനിങ് മൊമെന്റാ, നോട്ട് ലൈറ്റ് മോമെന്റ്സ്. അപ്പോൾ വചനം ഗൗരവമായി പഠിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അപ്പോസ്തലന്മാരാണ് വചനം പഠിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു ലോകത്ത് വചനത്തിൻ്റെ വ്യാഖ്യാനം എന്നത് ക്യൂറേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള തരത്തിൽ ക്യൂറേറ്റഡ് നറേറ്റീവ്സ് ആണ് ഇന്നത്തെ വേദപഠനം. അങ്ങനെയല്ല. അപ്പോസ്തലന്മാർക്ക് പറയാനുള്ളത് രക്ഷയെക്കുറിച്ചും നീതിയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെയാണ്. സോ റൂട്ടഡ് ഇൻ അപ്പസ്റ്റോലിക് ഫെയ്ത്ത്. അതുകൊണ്ട് അപ്പോസ്തോലികമായ വിധത്തിലായിരിക്കണം
വേദപുസ്തകത്തിൻ്റെ പഠനം. അവിടെ പറയുന്നുണ്ട്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അതേസമയം നമ്മളവിടെ കാണുന്നുണ്ട് ലിറ്റർജി ഓഫ് ദ വേർഡ്, വചനത്തിൻ്റെ അനുഷ്ഠാനം, കൂദാശകളുടെ അനുഷ്ഠാനം. കൂദാശകളിലൂടെ നമ്മളൊരു സീക്രട്ട് ഈസ്റ്റർ മെമ്മറിയാണ് നമ്മളോട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വചനത്തിലൂടെയും കൂദാശയിലൂടെയും ഒരു സഭയിലെ അംഗം, വിശ്വാസി എന്നത് ഒരു ദൈവ പൈതലായി രൂപപ്പെടണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ഇക്കോസിസ്റ്റമായി ഒരിടവക വചനത്തിൻ്റെയും കൂദാശയുടെയും അർഹമായ പ്രാധാന്യത്തിൽ രൂപപ്പെടുന്ന ഒരാവാസ വ്യൂഹമാകുമ്പോഴാണ് അവിടെ ദൈവ പൈതൽ ജനിക്കുന്നത്. ഈ അടുത്ത സമയത്ത് മരിച്ച ഗാഡ്ഗിലിനെ കുറിച്ച് നമ്മുടെ മാതൃഭൂമിയിൽ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് എന്നെ വളരെയധികം ശ്രദ്ധിപ്പിച്ചു. അതിങ്ങനെയാണ്: മുളപ്പിക്കാനാവാത്ത മഹാവൃക്ഷം. പരിസ്ഥിതി ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാഡ്ഗിലിനെ കുറിച്ച് കൊടുക്കുന്ന വിശേഷണമാണ് മുളപ്പിക്കാനാവാത്ത മഹാവൃക്ഷം. ആദിമസഭ വചനവും കൂദാശയും കൂടെ ചേർന്ന ഒരു ഗർഭഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വളരുന്നവർ മഹാവൃക്ഷങ്ങളായിരിക്കും. വേറെ ഒന്നിനും മുളപ്പിക്കാൻ കഴിയാത്ത, വേറെ ഒരിടത്തും മുളയ്ക്കാത്ത മഹാവൃക്ഷങ്ങളായി ആദിമസഭയിലെ വിശ്വാസികൾ മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി ഈ 2-ാം അധ്യായം നമ്മൾ വായിച്ചത്, ഈ 2-ാം അധ്യായത്തിൽ മുഴുവൻ എടുത്താൽ ആളുകൾക്ക് ആദ്യത്തെ 11 വാക്യങ്ങളോടാണ് താല്പര്യം. അതേ അധ്യായത്തിലെ അവസാന ഭാഗങ്ങളോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതിനെ ഒന്ന് ചിന്തിക്കാം. ഈ 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ളത് അവിടെ ആളുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നു. അത് നേരത്തെ പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ടും അത് യൂട്യൂബിൽ കിടക്കുന്നത് കൊണ്ടും അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ അന്യഭാഷയോട് അമിതമായ ഭ്രമമുള്ളവർ അവർ പറയും അത് ഇന്നും ആവർത്തിക്കണം. കുഴപ്പമില്ല. സകലതും വിറ്റ് അവർ പൊതുവക എന്ന് എണ്ണുകയും അത് ആവർത്തിക്കണോ? വേണ്ട. ഇതാണ് ഉഡായിപ്പെന്ന് പറയുന്ന പരിപാടി. ഇപ്പൊ കേരളത്തിൽ ഏതോ മതിലേലൊരു വാക്യം എഴുതി വെച്ചതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഏതെങ്കിലും മതിലേൽ എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ 2 തരത്തിൽ വേദപുസ്തകത്തെ കാണാം. നമുക്ക് സൗകര്യമില്ലാത്ത, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം വരുമ്പോൾ നമ്മൾ പറയും അത് പ്രിസ്ക്രിപ്റ്റീവ് അല്ല, ഡിസ്ക്രിപ്റ്റീവാണ്. അപ്പം ഇത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും അത് ഇന്ന് ഉദ്ദേശിക്കുന്നില്ല, അതൊരു ഡിസ്ക്രിപ്റ്റീവ് സ്നാപ്ഷോട്ടാണ്, ഒരിക്കൽ നടന്നതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് മാത്രമാണ്. എന്നാൽ അന്യഭാഷയോ അത് പ്രിസ്ക്രിപ്റ്റീവോ, അതിപ്പോഴും വേണം. എന്നാ ചേട്ടാ അധ്യായത്തിലെ മുഴുവൻ കാര്യവും ഇപ്പം വേണമെന്ന് എന്താ പറയാത്തത്? അതിനെക്കുറിച്ച് 1-2 കൂടെ പറയണമെന്നുണ്ട്, അങ്ങ് വിടാം. അപ്പം 2 തരത്തിൽ ഈ ആദിമസഭയുടെ ഈ ഒരു ജീവിത ശൈലിയെ കാണാം. ചിലർ പറയും അത് ഒരു ഡിസ്ക്രിപ്റ്റീവ് സ്നാപ്ഷോട്ടാണ്, ഒരിക്കൽ നടന്ന ഒരു കാര്യം നമ്മളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു ചിത്രം. എന്നാൽ അന്യഭാഷ അങ്ങനെയല്ല. അത് അന്നും വേണം, ഇന്നും വേണം, നാളെയും വേണം, മറ്റന്നാളും വേണം. ആദിമസഭ സകലവും വിറ്റതോ? അത് വേണ്ട, അത് അന്നത്തേക്ക് മാത്രം. അപ്പോൾ ഒരേ അധ്യായത്തിലെ 2 കാര്യങ്ങളോട് 2 സമീപനം. മറ്റേതിന് മുടക്കൊന്നും ഇല്ലല്ലോ, വെച്ചങ്ങ് വിളക്കിയാൽ മതി. പക്ഷേ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആദിമസഭ ദൈവരാജ്യത്തിൻ്റെ ശീലങ്ങൾ പരിശീലിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 2 പോയിന്റ്. അപ്പം നിങ്ങൾ ഇയാൾ ഇതുവരെ പോയിന്റിലോട്ട്
5-8 കൊല്ലത്തിന് ശേഷം വന്നതിൻ്റെ ഒരു ആവേശമാണെന്ന് നിങ്ങളങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പൊതു തലക്കെട്ടായി ഇങ്ങനെ പറയാം, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത്. ആദിമസഭ ഞാൻ പറഞ്ഞല്ലോ ഒരു ഈസ്റ്റർ കമ്മ്യൂണിറ്റിയാണ്. They believed in the unbelievable, they believed in the impractical, they believed in the impossible, they believed in the extraordinary. അപ്പോൾ അവരെല്ലാവരും കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നോക്കി പാർക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഏത് രാജ്യത്തിന് വേണ്ടിയാണോ നോക്കി പാർക്കുന്നത്, ആ രാജ്യത്തിൽ പോകാൻ, ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ, ആ രാജ്യം ഇവിടെ നടപ്പിലാക്കാൻ ആ രാജ്യത്തിന് ചേർന്ന ചില ശീലങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇൻ അതർ വേർഡ്സ്, ലെറ്റ് us rehearse kingdom habits. Let us rehearse the grammar of the kingdom of God. ദൈവരാജ്യത്തിൻ്റെ ശീലങ്ങളുടെ അനുദിന പ്രയോഗം. 2 വിധത്തിലാണ് ഇവർ ഈ ശീലങ്ങളെ പരിശീലിക്കുന്നത്. ഒന്ന്, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, they were rehearsing intentional togetherness. ദൈവരാജ്യത്തിൻ്റെ ഒരുമ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മളതിനെ ഇൻറ്റൻഷണൽ ടുഗെദർനെസ് എന്ന് പറയുന്നത്? യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, സമാധാനം ആഗ്രഹിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണോ സമാധാനം ഉണ്ടയാക്കുന്നവരാണോ? പള്ളിയിൽ 2 സൈസുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവരുണ്ട്, മൊത്ത സമാധാനം ഉണ്ടയാക്കുന്നവരും. അതുകൊണ്ട് ഇത് ബോധപൂർവമായി ചെയ്യണം, ഇൻറ്റൻഷണൽ ടുഗെദർനെസ്. ഇവിടെ പറയുന്നു വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. ഇവർ ഒരുമിച്ചിരുന്നു എന്നത്, ഇവരുടെ ഒരുമ എന്നത്, ഇവരുടെ ടുഗെദർനെസ് എന്നത് നമുക്കതിനെ കൊയിനോണിയ എന്ന് വിളിക്കാം. ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന, അത് അതിൻ്റെ തൊട്ടടുത്ത 94 തോന്നുന്നു, മണ്ഡലത്തിൽ ആദ്യമായി ഒരു പഠന വിഷയം കൊയിനോണിയ എന്ന, അന്ന് MB എബ്രാച്ചനും ചെറിയാൻ തോമസ് അച്ഛനും കൂടെ ആണ്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഒരു അമ്മ ചോദിച്ചു, എന്തോ മോനെ മണ്ഡലത്തിൽ ഏതാണ്ട് ഈ കൊണിയോണിയ എന്നൊരു വിഷയം പഠിക്കുന്നു എന്ന് കേട്ടു. കൊയിനോണിയ അതങ്ങ് വിടാം. ഒരുമ, ടുഗെദർനെസ്. ഈ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ ഇടയിൽ ഐക്യമുണ്ടാക്കിയത്, ടുഗെദർനെസ് ഉണ്ടാക്കിയത് പരിശുദ്ധാത്മാവ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഡിവിസീവ് അല്ല, പരിശുദ്ധാത്മാവ് ഭിന്നിപ്പിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് ഭിന്നതകളെ മാറ്റി ഐക്യം കൊണ്ടുവരിക. ആ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പല ഭാഷക്കാർ, പല ജാതിക്കാർ, പല സംസ്കാരങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ ഭാഷയും ജാതിയും സംസ്കാരവും, അങ്ങനെ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദ ഡിഫറൻസസ്. അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാവിൽ സാധിക്കുന്ന ഐക്യം? ഇൻസ്പൈറ്റ് ഓഫ് എന്നാണ്. എന്തെല്ലാം ഭിന്നതകളുണ്ടായാലും, അത് മതമായാലും ജാതിയായാലും ഭാഷയായാലും, ദൈവരാജ്യത്തിൻ്റെ ശീലം ആഗ്രഹിക്കുന്നവർ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ടുഗെദർനെസ് റിഹേഴ്സ് ചെയ്യേണ്ട, പരിശീലിക്കേണ്ട ഒന്നാണ്. ഇതൊരു പുതിയ ഫാമിലിയാണ്, ഒരു ന്യൂ ഫാമിലി. ഇതിന് ഈ കോണ്ടിനെൻ്റൽ ഫിലോസഫിയിലൊക്കെ ഇൻഓപ്പറേറ്റീവ് കമ്മ്യൂണിറ്റി എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുണ്ടാകുന്നതല്ല. ഇപ്പം നമ്മൾ ഈ IT-യിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർക്കൊരു പ്രോജക്റ്റ് ഉണ്ടാകും, ആ പ്രോജക്റ്റിന് വേണ്ടി കുറച്ച് പേര് ഒരുമിച്ച് വരും. ഇതങ്ങനെയല്ല, അതുകൊണ്ടാണ് അതിനെ ഇൻഓപ്പറേറ്റീവ്. പോട്ടെ, അപ്പോൾ ഒരു പുതിയ ഫാമിലിയാണ്, ഒരു ഇൻറ്റൻഷണൽ ഇത് ബോധപൂർവം ശ്രമിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ 2025 ഒരുപക്ഷെ നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ടിയിരുന്ന ഒരു സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് സിനിമ കാണുന്നത്, ഇത് സഭയ്ക്ക് വേണ്ടി കാണുന്നതാണ്.
അപ്പോൾ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ വെച്ചാൽ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് സത്യം മരിച്ചതുപോലും അറിയാത്ത ആളുകളെ എന്തോ ഇരിപ്പാ ഈശ്വര. ഈ സിനിമ എന്ന് പറയുന്നത് കുറച്ച് ഈ ഹൈസ്കൂൾ കുട്ടികളുടെ ഒരു സിനിമയാണ്. അതിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. അവരുടെ ക്ലാസ്സിലെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഇലക്ഷൻ വന്നു. അപ്പോൾ ഈ ശ്രീകുട്ടൻ ഏറ്റവും പുറകിലായിരിക്കുന്നത്, ബെഞ്ചിൻ്റെ ഏറ്റവും പുറകിലായിരിക്കുന്നത്, ക്ലാസ്സിൻ്റെ ഏറ്റവും പുറകിലാണ്. അപ്പോൾ അവനൊരാഗ്രഹം ക്ലാസ്സിൻ്റെ റെപ്പാവണം. അപ്പോൾ സാറ് പറഞ്ഞു പറ്റത്തില്ല, മുമ്പിലിരുന്ന് നന്നായി പഠിക്കുന്നവർ മാത്രം റെപ്പായാൽ മതി. അങ്ങനെ അവൻ റെപ്പായി തോറ്റുപോയി, ഇലക്ഷന് തോറ്റു. എന്നാൽ ഇവൻ മുന്നോട്ട് വെച്ച ഒരാശയം, ഞാൻ ഇലക്ഷന് ജയിക്കുകയാണെങ്കിൽ ഇവിടെ ബാക്ക് ബെഞ്ചും ഫ്രണ്ട് ബെഞ്ചും എന്ന് പറയുന്നൊരു സാധനം എടുത്തു കളയും. പക്ഷെ തോറ്റുപോയല്ലോ. പിറ്റേ ദിവസം സാറ് ക്ലാസ്സിൽ വന്നപ്പോൾ കണ്ടത് ബാക്ക് ബെഞ്ചും ഫ്രണ്ട് ബെഞ്ചും ഇല്ല, അവർ ചതുര രൂപത്തിലാണ് ആ ക്ലാസ്സിലെ ബെഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ സ്വാധീനത്തിലാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ സ്കൂളുകളിൽ ഇപ്പൊ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഇല്ല. ഒരു ന്യൂ കമ്മ്യൂണിറ്റിയിൽ, ഒരു പുതിയ സമൂഹത്തിൽ, പുതിയ കുടുംബത്തിൽ ഒരു ഇന്റൻഷണൽ ടുഗെദർനെസ്, ബോധപൂർവമായി ഒരൈക്യത്തിനു വേണ്ടി ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇറ്റ് ഈസ് കോൾഡ് റിഹേഴ്സിങ് ദ ഹാബിറ്റ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ ഒരുമ പരിശീലിക്കുന്ന ഇടമാണ്. ഈ ഒരുമയോടുള്ള ബന്ധത്തിൽ ഒരു 2-3 കാര്യങ്ങളുടെ വേഗത്തിൽ പറയാം. ഈ ടുഗെദർനെസ്സിൻ്റെ, ഈ ഒരുമയുടെ പ്രത്യേകത, ഇത് സാഹോദര്യമാണ്, ബ്രദർഹുഡ് ആൻഡ് സിസ്റ്റർഹുഡ്. അതുവരെ യഹൂദന്മാർ അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിൽ പല മതവിഭാഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം എത്നിക്കാണ്, വംശീയമാണ്. എന്നാൽ യേശു കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമാകുന്നവർ അവരൊരു എത്നിക് കമ്മ്യൂണിറ്റി അല്ല, അവരൊരു വംശീയ സമൂഹമല്ല, അവരൊരു ധാർമ്മിക സമൂഹമാണ്, ഒരു നൈതിക സമൂഹമാണ്. ദേ ആർ ആൻ എത്തിക്കൽ കമ്മ്യൂണിറ്റി. അവിടെ ദൈവം പിതാവും, അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവിൽ നമ്മൾ പറയുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവം പിതാവാണെങ്കിൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു സാഹോദര്യത്തിൻ്റെ നിമിഷങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായും സാധിക്കുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ്. എന്നാൽ അങ്ങനെയുള്ള ചില ലൈറ്റ് മോമെൻറ്റ്സ് അല്ല, ചില ലൈറ്റനിങ് മോമെൻറ്റ്സ്. എനിക്ക് ഏറെ ഇഷ്ടമുള്ള, ബഹുമാനമുള്ള തിരുമേനിയാണ് സക്രിയാസ് തിരുമേനി. കാലം ചെയ്ത തിരുമേനിയെക്കുറിച്ച് ആകുമ്പോൾ പിന്നെ മറ്റൊരാൾക്ക് അതിൻ്റെ അകത്തൊരു പിണക്കം തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ മോമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഇത് തൽക്കാലം പറയാം. പിന്നെ ഇത് എല്ലാവരും സക്രിയാസ് തിരുമേനിയുടെ ഒരു ഓർമ്മയുടെ ഓറായിൽ നിൽക്കുന്നതുകൊണ്ട്. ഇപ്പം ഞാൻ 2003-2006 സേലത്ത് പ്രവർത്തിക്കുന്ന സമയം, സേലത്ത് ഇരിക്കുക എന്നുള്ളതാണ് സാധാരണ പറയേണ്ടത്. പുന്നക്കാട്ട് ഇരിക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നിൽക്കുന്നത്, ബാക്കി എല്ലായിടത്തും. അപ്പോൾ നമ്മുടെ സക്രിയാസ് തിരുമേനി സേലം ഇടവക സന്ദർശിക്കാനായിട്ട് വരും. ഒരു വലിയ രസകരമായ ഒരു ദിവസമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ തിരുമേനിയുടെ ബ്രദർ ഇറക്കിയ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ, എ ദാബ ഒഡീസി, പഞ്ചാബി ദാബ എന്നൊക്കെ പറഞ്ഞ പോലെ എ ദാബ ഒഡീസി എന്ന് പറഞ്ഞൊരു ചാപ്റ്ററൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ തിരുമേനി സേലം സന്ദർശനത്തിന് വന്നു. അപ്പോൾ ഒരു ദിവസം നേരത്തെ വന്നുകൊണ്ട് പൂവർമാൻസ് ഊട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഏർക്കാട് എന്ന് പറയും. ഊട്ടി പോകണമെങ്കിൽ പൈസ കൂടുതലാണ്. അപ്പം ഞങ്ങൾ സേലം ഒരു കൊച്ചു പള്ളി ആയതുകൊണ്ട് പൂവർമാൻസ് ഊട്ടി എന്ന് പറയുന്ന ഈ ഏർക്കാട് തിരുമേനിക്ക് ഒരു മുറിയൊക്കെ എടുത്തു. തിരുമേനി ഒരു ദിവസം റെസ്റ്റ് ചെയ്യട്ടെ എന്നൊക്കെ കരുതി. അപ്പം രാത്രി ഒരു 8-8:30 ഞങ്ങൾ എത്തിയപ്പം തിരുമേനിക്ക് മുറിയൊക്കെ കാണിച്ചു കൊടുത്തു. തിരുമേനി മുറിക്കകത്തൊക്കെ കയറി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരുമേനി പുറത്തു വന്നു. അപ്പം ഞാൻ കിടക്കാനായിട്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു കൊച്ചു പള്ളി ആയതുകൊണ്ട് വേറെ ഒരു മുറിയൂടെ എടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട്
ഈ മുറിയുടെ തിരുമേനിയുടെ റൂമിൻ്റെ തൊട്ട് പുറത്തൊരു കുറച്ച് സ്ഥലമുണ്ട്. അപ്പം ഞാനൊരു എക്സ്ട്രാ ബെഡ് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചെക്ക് ഇൻ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ബെഡ് കൊണ്ടുവന്നു. ഞാനതെല്ലാം വിരിച്ച് കിടക്കാൻ തുടങ്ങിയപ്പം തിരുമേനി ചോദിച്ചു, അച്ഛൻ എവിടാണ് കിടക്കുന്നത്? അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ ഇവിടാണോ കിടക്കുന്നത്? ഭയങ്കര തണുപ്പുള്ള സമയമാണല്ലോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല തിരുമേനി. കുഴപ്പമില്ലേ? ഞാൻ പറഞ്ഞില്ല. തിരുമേനി അകത്ത് പോയി. പിന്നെയും തിരിച്ചു വന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ, അച്ഛന് തണുക്കത്തില്ലേ? ബ്ലാങ്കറ്റ് ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു എനിക്ക് 2 ബ്ലാങ്കറ്റ് ഉണ്ട്, ഒരെണ്ണം തരാം. ഒന്ന് തന്നു. തിരുമേനി പോയി. മനുഷ്യനെ ഉറക്കണ്ടേ? തിരുമേനി പിന്നെയും വന്നു. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കിടക്കുന്നേ? എൻ്റെ കട്ടിലേൽ ആവശ്യത്തിൽ കൂടുതൽ സ്ഥലമുണ്ട്, അച്ഛൻ അവിടെ വന്ന് കിടന്നു. കിടക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു മനോഹരമായൊരു നിമിഷമാണ് തിരുമേനിയെക്കുറിച്ചുള്ളൊരു ഓർമ്മയിൽ. അതുകൊണ്ട് ഇത്തരം ചില സാഹോദര്യത്തിൻ്റെ നിമിഷങ്ങൾ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ പൂർണ്ണതയിൽ സാധിക്കുന്നത് ദൈവത്തിന്, കർത്താവിൻ്റെ മഹത്വപ്രതിഷ്ഠ. പക്ഷേ വി ക്യാൻ ക്രിയേറ്റ്, വി ക്യാൻ റിഹേഴ്സ് കിങ്ഡം മോമെൻറ്റ്സ് എന്ന് പറയും. അതുപോലെ ഈ ആദിമസഭയുടെ മറ്റൊരു പ്രത്യേകത, അവരുടെ അഭിസംബോധന രീതികളിലും വ്യത്യാസമുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരെ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധന്മാരെ, കൊരിന്തിലെ പുള്ളികളെ പോലും എന്തോ വിളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരുടെ അഭിസംബോധന രീതി, നമ്മുടെ നാട്ടിലെ ഒരു ജാതി സമ്പ്രദായമൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാകാം. ഇങ്ങനെ ഒരു സമൂഹമുണ്ടോ? ഇവരെല്ലാവരും സഹോദരികളാണ്, സഹോദരങ്ങളാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്നത് സഹോദര, സഹോദരി, വിശുദ്ധൻ എന്നാണ്. നമ്മൾ അന്ത്യോക്യൻ പാരമ്പര്യമാണല്ലോ. നമ്മുടെ വിശുദ്ധനായ ഇഗ്നേഷ്യസ് ഏഷ്യ മൈനറിലെ സഭകൾക്ക് കത്തയക്കുമ്പോൾ ഏറ്റവും അവസാനം, തുടക്കത്തിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ നമ്മുടെ അധികാരത്തിൽപ്പെട്ട ഒന്നുമല്ല, കർത്താവിൽ എൻ്റെ സഹോദരങ്ങളെ എന്നാണ്. ഏറ്റവും അവസാനം എഴുതും, സെർവൻറ്റ് ഓഫ് ദ സെർവൻസ് ഓഫ് ദ ലോർഡ്. ഞാൻ കർത്താവിൻ്റെ ദാസന്മാരുടെ ദാസനാണ്. അപ്പോൾ ഒരു നേതാവ്, ഒരു ലീഡർ തന്നെ വിളിക്കുന്നത് ഐ ആം ദ സെർവൻറ്റ് ഓഫ് ദ സെർവൻസ് ഓഫ് ദ ലോർഡ്. ഇങ്ങനൊരു സമൂഹമുണ്ടോ? ഇവരന്യോന്യം ചുംബിക്കുന്ന സമൂഹമാണ്. ചില സെലക്റ്റീവ് ബോഡീസിനെ മാത്രമല്ല, എല്ലാ മനുഷ്യ ശരീരങ്ങളെയും സ്നേഹത്തോടെ. അതാണ് കിസ് ഓഫ് പീസ്. ഈ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവരുടെ മേശ എന്നത് സ്നേഹത്തിൻ്റെ മേശയാണ്. എന്താണ് സ്നേഹത്തിൻ്റെ മേശ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യേശു കർത്താവിൻ്റെ പന്തിഭോജനം, അവിടെ എല്ലാവർക്കും ഒരു ഇടമുണ്ട്. നമ്മുടെ തിരുമേനിക്ക് അറിയാവുന്ന തിരുമേനിയാണ്, നമ്മുടെ പുനലൂർ ഭദ്രാസനത്തിലെ ലത്തീൻ സഭയിലെ പൊന്നുമുത്തൻ തിരുമേനി. പേര് പോലെ തന്നെയാണ്, നല്ല പൊന്നുമുത്തം കൊടുക്കാൻ തോന്നുന്ന ബിഷപ്പ്. ഒരു ദിവസം എന്നെ ഭക്ഷണത്തിന് വിളിച്ചു. അപ്പം ഞാൻ അവിടെ ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു 12:30 ആകുമ്പോൾ അച്ഛൻ വരണം, ചാപ്പലുണ്ട് എന്ന് പറഞ്ഞു. അവിടെ ചെന്നു. ചാപ്പൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ഒരു സാമാന്യം നീണ്ട ഒരു 40 പേർക്കെങ്കിലും മിനിമം ഇരിക്കാവുന്ന, ഇനിയും കുറയ്ക്കാൻ പറ്റത്തില്ല, 40 മിനിമം 40 പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയ ഡൈനിങ് ടേബിളാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുവാണ് ഇത്രയും വലിയ മേശ? അവിടുത്തെ രീതി എന്ന് പറയുന്നത്, അവിടെ ആരും ആർക്കും വിളമ്പി കൊടുക്കില്ല. പൊന്നുമുത്തൻ തിരുമേനി ഉൾപ്പെടെ ഉള്ളവർ അവിടെ ചെന്ന് ക്യൂവിൽ നിന്ന് പാത്രമെടുത്ത് ഇഷ്ടമുള്ള ഭക്ഷണം അവരവർ ആവശ്യത്തിന് വിളമ്പിയെടുക്കണം. അവിടെ ഇന്നാരിന്നടത്തിരിക്കില്ല. ഏത് കസേരയാണോ ഒഴിവുള്ളത് അവിടെ ഇരിക്കാം. ഇതാണോ ദൈവരാജ്യമെന്ന് ചോദിച്ചാൽ, ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞപക്ഷം തള്ളാതിരിക്കാമല്ലോ. നോർത്ത് ഇന്ത്യ പോയി ചാവുന്നതൊക്കെ പിന്നെ ചാവാം. ഇവിടെ മര്യാദയ്ക്ക് കസേരയ്ക്കൊരിളക്കം വന്ന തീരാനുള്ളതേ ഉള്ളൂ നമ്മുടെ സമർപ്പണം. ഇവിടെ
യേശു കർത്താവിൻ്റെ ടേബിളാണ് ആദിമസഭയുടെ ടേബിൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർക്ക് ഒരേ ഹൃദയവും ഒരേ മനസ്സുമാണ്. ആൻ ഈസ്റ്റർ ആനിമേറ്റഡ് അസംബ്ലേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ വിളിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, വിശ്വസിച്ചവർ എല്ലാവരും 4-ാം അധ്യായത്തിലും കാണുന്നുണ്ട്, ഒരേ മനസ്സും ഒരേ ഹൃദയവും ഉള്ളവരായിരുന്നു. ദേ വേർ റിഹേഴ്സിങ് കിങ്ഡം ഹാബിറ്റ്സ്. എന്താണ് അത്? ഇൻറ്റൻഷണൽ ടുഗെദർനെസ്. രണ്ടാമത് നമ്മളവിടെ കാണുന്നത്, അവിടെ പറയുന്നു അവർ ഒരുമിച്ചിരുന്നു. അത്രയും വരെ വേണേൽ കുഴപ്പമില്ല. ഇരുന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? എന്തിനാണ് അവർ ഇരിക്കുന്നത്? അവിടെ പറയുന്നു, സകലവും പൊതുവക എന്നെണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ടു. അതായത് ദേ വേർ റിഹേഴ്സിങ് ഷെയറിങ്. ദൈവരാജ്യം എന്നത് പങ്കിടലിൻ്റെ ഒരു രാജ്യമാണ്. ഇൻ അതർ വേർഡ്സ്, ദേ വേർ റിഹേഴ്സിങ് ഡേഞ്ചറസ് ജനറോസിറ്റി. അപകടകരമായ ഔദാര്യം, അപകടകരമായ പങ്കിടൽ. ഇങ്ങനെ പങ്കിടണമെങ്കിൽ അതിന് ഉയർപ്പിൻ്റെ സാക്ഷികൾക്ക് മാത്രമേ സാധിക്കൂ. നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഈ വേദഭാഗവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്, ഇവിടെ എല്ലാം വിറ്റ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ കാലത്ത് എല്ലാ വസ്തുക്കളും, ലിക്വിഡേഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറയാവുന്നത്, അത് യോഹന്നാൻ ജീവിച്ചിരുന്ന ചാവുകടൽ അവർ മാത്രമേ ഉള്ളൂ മുഴുവൻ സ്വത്തും വിറ്റിട്ട് വന്നത്. ഇവർ ചെയ്തിരുന്നത് അങ്ങനെയല്ല. അതിൻ്റെ മൂലഭാഷ വായിക്കുമ്പോൾ അതിൻ്റെ ഗ്രാമർ കാണുന്നത് ഇതൊരു ഹാബിച്വൽ ആക്ഷനാണ്. എപ്പോഴെല്ലാം ആവശ്യം വരുമോ അപ്പോഴെല്ലാം അവരെന്ത് ചെയ്യുന്നു? വിറ്റും പങ്കിട്ടും മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ആദിമസഭയുടെ സാമ്പത്തിക ശാസ്ത്രം ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല, ആവശ്യങ്ങൾക്കനുസരിച്ച്. നമുക്കറിയാവുന്ന C.T. കുര്യൻ സാറ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നീഡ്സ് ആൻഡ് വാണ്ട്സ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ആദിമസഭയുടെ സാമ്പത്തിക ജീവിതം എന്നത് അവരുടെ ആഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല, അവരുടെ ആവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ. ആർത്തിക്കനുസരിച്ചല്ല അവർ കൊടുക്കുന്നത്, ആവശ്യം അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ആദിമസഭയുടെ സാമ്പത്തിക ശാസ്ത്രം ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ ആത്മീയത പോലെ, അവിടെ ഓരോരുത്തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ആത്മീയതയാണ്, ഓരോരുത്തരുടെ ആർത്തിക്കനുസരിച്ചുള്ളതാണ്. അത് ഇക്കോണമി ഓഫ് അഫ്ലുവൻസ് ആണ്. എന്നാൽ ആദിമസഭയുടെ സാമ്പത്തികം അത് അബൻഡൻസ് ആണ്, അത് സമൃദ്ധിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാം, ഹെട്രോണോമി. അത് 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്നതാണ്. അതായത് ആദിമസഭയുടെ സാമ്പത്തിക ശാസ്ത്രം ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ നീഡ്സ് ഓഫ് ദി അതർ. മറ്റൊരാളുടെ ആവശ്യമനുസരിച്ച് സാമ്പത്തികത്തെ ക്രമപ്പെടുത്തിയാണ് ആദിമസഭ. അതുകൊണ്ട് അത് ഇക്കോണമി അല്ല, ഹെട്രോണോമിയാണ്, ബേസ്ഡ് ഓൺ ദ നീഡ് ഓഫ് ദി അതർ. മാർത്തോമാ സഭ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ഇതൊരു പരിധി വരെ പരിശീലിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊരു വാക്കുണ്ട്, ഓശാരം എന്ന് പറയും. നിൻ്റെ ഓശാരമൊന്നും എനിക്ക്. എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് മൈക്രോ ഫിനാൻസിങ് എന്നാണ്. നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമുദായ നേതാവിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. മൈക്രോ ഫിനാൻസിങ്. എന്നാൽ ഈ മൈക്രോ ഫിനാൻസിങ് ഇത്രയും പ്രബലപ്പെടുത്തിയത് ബംഗ്ലാദേശിലെ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം കിട്ടിയ മുഹമ്മദ് യൂനിസാണ്. ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർ ബാങ്ക്ഡ് പീപ്പിൾ. അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തവരോ ബാങ്കുമായി യാതൊരു ഇടപാടും ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് ജീവിതത്തിൽ ഒരാവശ്യം വന്നാൽ എന്ത് ചെയ്യും? ഇപ്പം ഇവിടെ ഇരിക്കുന്നവരിൽ പ്രായമുള്ളവർ അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. മൊത്തം ഡൈ ആയതുകൊണ്ട് ആരാണ് ഡൈ ആകാൻ പോകുന്നത് എന്നൊന്നും പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റും. എങ്കിലും ഞാനൊരു ഊഹം വെച്ചങ്ങ് പറയാം. നിങ്ങൾക്ക് ഓർമ്മ കാണും,
വീട്ടിലൊരു ശവമടക്കം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്യാണം നടക്കുമ്പോൾ, വീട് കൂതാശ നടക്കുമ്പോൾ അയൽക്കാരും പള്ളിക്കാരും 5 രൂപ 10 രൂപയൊക്കെ തരും. ഞങ്ങൾ പുതിയ വീട്ടിൽ താമസിച്ചപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ ഓശാരം തന്നു. ഇപ്പോഴും ആ ഡയറി ഞങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 5 രൂപ 10. ഇത് വാസ്തവത്തിൽ ഇതാണ് മൈക്രോ ഫിനാൻസിങ്. ഒരു വീട്ടിൽ ഒരാവശ്യം വരുമ്പോൾ ചിലപ്പോൾ ബാങ്കിൽ നിന്ന് പലിശ കൊടുക്കാനൊക്കെ പ്രയാസമായതുകൊണ്ട് ആ ഇടവകയിലുള്ള ചുറ്റുപാടിലുള്ള ആളുകൾ കുറേശ്ശെ പൈസ കൊടുത്ത് അവരെ സഹായിക്കും. കണ്ടിട്ടില്ലേ, ഒരു ബാഗൊക്കെ വെച്ചുകൊണ്ട് കല്യാണ വീട്ടിൽ ഒരു അച്ചായനൊക്കെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ അവസാനം അത് കഴിഞ്ഞ് എവിടെയെങ്കിലും തിരുമ്മിയെങ്കിൽ മാത്രമേ ഈ കൈ നിവരൂ. കാരണം ഇത് മുഴുവൻ കവർ വാങ്ങിക്കാനുള്ള നിപ്പാണ്. നമുക്കത് ഇന്ന് കേൾക്കുമ്പോൾ അതൊരു വളരെ നാണക്കേടാണ്. എന്നാൽ ഇതാണ് ആദിമസഭ. ഒരു വീട് പൂർത്തിയാക്കി കഴിയുമ്പോൾ കുറച്ച് കടബാധ്യതകൾ വരും. അപ്പോൾ കുറച്ച് പേര്, പക്ഷേ ഇപ്പം വീട് കൂതാശയ്ക്കെല്ലാം ഈ മൈക്രോവേവ് ആണ് കൊടുക്കുന്നത്. അല്ല, മൈക്രോവേവ് അല്ല, എന്തോന്ന്, ഈ തെർമോ കാസറോൾ അതെടുത്ത് ഏതെങ്കിലും ആറ്റിക്കൊണ്ട കളയണം. അവർക്ക് ആരോ കൊടുത്ത പണി നമുക്കിട്ട് അവർ തിരിച്ചു തരുന്ന പരിയുടെ പേരാണ് എന്താണ്, തെർമോ കാസറോൾ. ഒരു വീട് കൂതാശയ്ക്ക് ഒരു 50 കാസറോൾ കിട്ടിക്കണം. അന്ന് മുതൽ എവിടെ വീട് കൂതാശ ഉണ്ടെന്ന് നമ്മൾ തപ്പി നടക്കുക. കാരണം ഈ പണി നമ്മൾ എന്ത് ചെയ്യണം? പഴയ മാൻഡ്രേക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത് എവിടെ കൊടുക്കണമെന്ന് അറിയാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഐറ്റമുണ്ട്. വീട് കൂതാശയാണെങ്കിലും കല്യാണമാണെങ്കിലും ശവോടക്കാണെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടത് പൈസയാണ്. കാരണം ഇതാണ് ഒരാളുടെ ആവശ്യത്തിൽ പങ്കുചേരുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇത് ആദിമസഭയുടെ ഒരു എന്താ പറയുക, ഒരു വ്യവച്ഛേദം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നമ്മുടെ അയൽപ്പക്കത്തൊരു കല്യാണം, കുടുംബം, ഒരു വിവാഹ ചടങ്ങ്, അല്ലെങ്കിൽ ഒരു വീട് കൂതാശ, ഒരു മരണം ഒക്കെ നടക്കുമ്പോൾ ഒരു പക്ഷേ ആ വീട്ടുകാർക്ക് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരിക്കും. വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ അത് കൊടുക്കുകയും അവരുടെ എന്നിട്ട് എന്തു ചെയ്യും? ഇത് മുഴുവൻ ഒരു ഡയറിയിൽ എഴുതി വെക്കും. എന്നിട്ട് അവർക്ക് കല്യാണമോ മാമോദീസായോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ പൈസ, വാസ്തവത്തിൽ ഇതാണ് മാർത്തോമാ സഭയുടെ ഇക്കണോമിക്സ്. ഇപ്പം നമുക്ക് കാശിൻ്റെ കുന്തളിപ്പായതുകൊണ്ട് ഓശാരം വാങ്ങിക്കുന്നതൊക്കെ ഇപ്പോൾ ഒരു നാണക്കേടാണ്. ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് മറ്റൊരാളെ വേണം എന്നതിൻ്റെ ഒരു എൻഡോഴ്സ്മെൻ്റാണ് വാസ്തവത്തിൽ ഓശാരം എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആദിമസഭയുടെ സാമ്പത്തിക ശാസ്ത്രം ആഗ്രഹങ്ങളെയും ആർത്തിയെയും അടിസ്ഥാനപ്പെടുത്തിയല്ല, അതൊരു നീഡ് ബേസ്ഡ് ഇക്കോണമിയാണ്. അത് അഫ്ലുവൻസ് അല്ല, അത് അബൻഡൻസ് ആണ് എന്ന് നമുക്ക് ഓർക്കാം. ദൈവരാജ്യത്തിൻ്റെ ഈ സാമ്പത്തിക ശാസ്ത്രമെല്ലാം ഇങ്ങനെയാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതി ഇത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നെന്നാണ് നമ്മളെല്ലാം പറഞ്ഞു വെച്ചേക്കുന്നത്. അല്ല, വേദോത്സവത്തിലുണ്ട്. വേദോത്സവത്തിൽ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സാറ്റുകളി കണ്ടുപിടിച്ചതാരാ? സാറ്റുകളി ആദാമും ഹവ്വയാണ്. നമ്മുടെ വലിയ ഡാഡിയും മമ്മിയാണ് ഇത് എന്ത് കണ്ടുപിടിച്ചത്. അങ്ങനെ വേദോത്സവത്തിൽ കുറേ ഡിസ്കവറി ഉണ്ട്. ഇപ്പം സൊമാറ്റോ ഒക്കെ ശരിക്കും കണ്ടുപിടിച്ചത് ഏലിയാവിൻ്റെ കാലത്ത് കാക്കയാണ്. ഡോർ ഡെലിവറിയാണ്. ഞാൻ അതുവഴി പോകുമ്പോൾ നോക്കും, പുനലൂർ പാഴ്സലിൻ്റെ മുകളിൽ ഒരു കാക്ക അവിടെങ്ങും. അപ്പം ശരിക്കും ഈ ഡോർ ഡെലിവറി എന്ന് പറയുന്ന സങ്കല്പം, ബാർബിക്യൂ കണ്ടുപിടിച്ചതാരാ? നമ്മുടെ കർത്താവാ. തെബരിയാസ് കടൽക്കര വെച്ച് നല്ല ഫിഷൊക്കെ ബേക്ക് ചെയ്ത്. അതുകൊണ്ട് ഇതൊന്നും ഒരു പുതിയ സാധനമാണെന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു വന്നത് തൊഴിലുറപ്പിനെ കുറിച്ചാണ്. കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരെ വേണം. റോഡിലോട്ട് പോയി, കുറച്ച് പേരെ വിളിച്ചു. പിന്നെയും ചെന്നപ്പോൾ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, അവരെയും വിളിച്ചു. അപ്പോൾ ആവശ്യത്തിനുള്ള ജോലിക്കാരായി. പിന്നെയും ചെന്നപ്പോൾ കുറച്ച് പേര് മെനക്കെട്ട് നിൽക്കുന്നു, അവരെ എല്ലാം വിളിച്ചു. എന്ന് പറഞ്ഞാൽ അവർക്ക് തൊഴിൽ അപ്പം ഉറപ്പാക്കുകയാണ്. എത്ര സമയത്ത് വന്നവരാണെന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ലേറ്റായിട്ട് വന്നവരാ. അതായത് ജോലി സമയം തീരാറാകുമ്പോൾ വന്നവർ പോലുമുണ്ട്. അവർക്കും പൈസ കൊടുത്തു. ഇതിൻ്റെ പേരാണ് തൊഴിലുറപ്പ് പദ്ധതി. അതുകൊണ്ട് തൊഴിലുറപ്പിനോട് പുച്ഛം പറയുമ്പം ദൈവരാജ്യത്തിൻ്റെ കിങ്ഡം എക്കോണമിയാണ് നമ്മൾ കളിയാക്കുന്നത്. കർത്താവ് മണ്ടനല്ല. ജോലിക്കാരും വിളിക്കാത്തത് കൊണ്ട് അവൻ്റെ കുടുംബം പട്ടിണിയാകരുത്. നീ പോരെ.
ഇതാണ് തൊഴിൽ. അതുകൊണ്ട് വേദപുസ്തകത്തെ ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയാൽ ദൈവരാജ്യത്തിൻ്റെ ഇക്കണോമിക്സ് ഇവിടെ പറയുന്നു, ഓരോരുത്തരും ആവശ്യമുള്ളതുപോലെ വിഭജിച്ച് കൊടുക്കുന്നു. അതിനെ മൈക്രോ ഫിനാൻസിങ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ 2 തരത്തിലുള്ള കിങ്ഡം ഹാബിറ്റ്സ് ആണ് അവർ പരിശീലിക്കുന്നത്. ദേ വെർ റിഹേഴ്സിങ് കിങ്ഡം ഹാബിറ്റ്സ്. 1, ഇൻറ്റൻഷണൽ ടുഗെദർനെസ്, ഒരുമ. അത് ബോധപൂർവം അവർ റിഹേഴ്സ് ചെയ്യുകയാണ് അവരുടെ ആരാധനയിൽ അല്ലെങ്കിൽ അവരുടെ കൂട്ടായ്മയിൽ. 2, അവർ ഷെയറിങ്, അത് പ്രാക്ടീസ് ചെയ്യാണ്, ഡേഞ്ചറസ് ഷെയറിങ്. ഇങ്ങനെ പരിശീലിക്കുന്ന ഒരു സമൂഹം ഇവർ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് ഒരുങ്ങുകയാണ്. ഇവരെ കാണുമ്പോൾ അവിടെ പറയുന്നുണ്ട്, സകല ജനത്തിൻ്റെയും കൃപ അവർക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ സമൂഹത്തെക്കുറിച്ച് പറയുന്നത് അവർ ഭയങ്കര ഉല്ലാസമുള്ളവരാണ്. അവരുടെ ഉല്ലാസം എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആണ്, കണ്ടേജിയസ് ആണ്. എല്ലാം പങ്കുവയ്ക്കുമ്പോഴും വ്യത്യസ്തതകളുടെ ഇടയിലും ഒരുമ ആഘോഷിക്കുന്ന അവരുടെ ആ സന്തോഷമുണ്ടല്ലോ, അത് ഇൻഫെക്ഷ്യസ് ആണ്, അത് കണ്ടേജിയസ് ആണ്. ഇത് കണ്ടവർക്കെല്ലാം ഇവരെക്കുറിച്ച് വലിയ മതിപ്പ് തോന്നുകയാണ്. ദേ എൻജോയ്ഡ് ദ ഗുഡ് വിൽ ഓഫ് അതർ പീപ്പിൾ. മറ്റുള്ളവരാലുള്ള സാക്ഷ്യം അനുഭവിച്ച ഒരു സഭയാണ്. ഞാൻ അവസാനിപ്പിക്കാം. ആദിമസഭ അതൊരു അതിശയ സഭയാണ്, അതൊരു അത്ഭുത സഭയാണ്. കാരണം ദേ ബിലീവ്ഡ് ഇൻ ദി ഇംപോസിബിൾ. അവർ അസാധ്യമായ കാര്യങ്ങളിൽ വിശ്വസിച്ചിരുന്നവരാണ്. ആൻഡ് ദേ കുഡ് ഡു ഇംപോസിബിൾ തിങ്സ്. അവർക്ക് അസാധ്യമായത് ചെയ്യാൻ പറ്റി. ദേ ബിലീവ്ഡ് ഇൻ ദി ഇംപ്രാക്ടിക്കൽ. പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ അവർ വിശ്വസിച്ചു. സോ മച്ച് സോ ദേ കുഡ് ഡു ദി ഇംപോസിബിൾ. അസാധ്യമായത് വിശ്വസിക്കുന്നവനെ അസാധ്യമായത് ചെയ്യാൻ സാധിക്കും. അവിശ്വസനീയമായത് വിശ്വസിക്കുന്നവനെ അവിശ്വസനീയമായത് ചെയ്യാൻ സാധിക്കും. ആദിമസഭ ഒരു അതിശയ സഭയാണ്. അവരങ്ങനെ അതിശയ സമൂഹമായതിൻ്റെ കാരണം അവരുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രമെന്നത് ഉയർപ്പാണ്. മരണത്തെയും ക്രൂശിനെയും തോൽപ്പിച്ച് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശുവാണ് അവരുടെ ദൈവം. ജീസസ് ഈസ് റിസൺ. ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് തന്നെ അവരെ ആർക്കും വിലക്കെടുക്കാനുമാവില്ല, അവരെ ആർക്കും ഭയപ്പെടുത്താനുമാവില്ല. അവരെന്താണ് ചെയ്തത്? അവർ ദൈവരാജ്യത്തിൻ്റെ ശീലങ്ങൾ റിഹേഴ്സ് ചെയ്യുകയാണ്, പ്രാക്ടീസ് ചെയ്യാണ്. 1, ദേ റിഹേഴ്സ്ഡ് ഇൻറ്റൻഷണൽ ടുഗെദർനെസ്. ബോധപൂർവമായി വ്യത്യസ്തതകളുടെ മധ്യത്തിലും വിഭാഗിതികളുടെ മധ്യത്തിലും ഒരുമിച്ചിരിക്കാനും ഒരു മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ജീവിക്കാനും കഴിയുന്നതിൻ്റെ പേരാണ് ദൈവരാജ്യത്തിൻ്റെ റിഹേഴ്സൽ. 2, ദൈവരാജ്യം എന്നത് അപകടകരമായ പങ്കിടലിൻ്റെ, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഡേഞ്ചറസ് ഷെയറിങ് ആൻഡ് ജനറോസിറ്റി. ദൈവരാജ്യത്തിൻ്റെ പങ്കിടൽ റിഹേഴ്സ് നടത്തുന്ന, പരിശീലിക്കുന്ന ഒരു സഭയായി നമ്മുടെ സഭ മാറണം. അപ്പോഴാണ് ആദിമസഭയെപ്പോലെ നമ്മളൊരു അതിശയ സമൂഹമായി മാറുന്നത്. നമ്മൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് മാത്രം ചിന്തിക്കാതെ നമ്മൾ ഒരനുഗ്രഹം കൂടെ ആകണ്ടേ. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്ന സഭയുടെ പേരാണ് അതിശയ സഭ. അതാണ് ആദിമസഭ.